My dear friends, today let's read and enjoy the story The Beggar, which is written by Maupassant, who was one of the greatest French short story writers. 19ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് ജീവിതം അതിമനോഹരമായി ചിത്രീകരിച്ച മഹാനായ ഫ്രഞ്ച് ചെറുകഥാകൃത്താണ് മൗപാസാന്റ്. ആധുനിക ചെറുകഥയുടെ പിതാക്കന്മാരിൽ ഒരാളായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു. 300ഓളം ചെറുകഥകൾ, 6 നോവലുകൾ, 3 യാത്രാവിവരണങ്ങൾ, ഒരു കവിതാ സമാഹാരം എന്നിവ പ്രസിദ്ധീകരിച്ച വലിയ ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദ ബെഗർ, യാചകൻ എന്നുള്ള ഒരു കഥയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. Before moving on to the chapter, let's go through the introductory part. What will you usually do when a beggar approaches you for alms? ALMS. ആംസ് എന്ന് വെച്ചാൽ ഭിക്ഷ എന്നൊക്കെയാണ് അല്ലേ. അപ്പോൾ ഒരു യാചകൻ ഭിക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ എന്താണ് സാധാരണ ചെയ്യുക? How will you treat the beggar if she or he approaches you every day? ആ യാചകൻ നിങ്ങളെ എന്നും സമീപിക്കുകയാണെങ്കിൽ, യാചകനായിക്കോട്ടെ യാചക ആയിക്കോട്ടെ, ആണായാലും പെണ്ണായാലും സ്ഥിരമായിട്ട് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യുക? അവരോടുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കും? Let's read and see how a man who has taken to begging is treated by people around him. Let's read and see. നമുക്ക് വായിക്കാം, എന്നിട്ട് നോക്കാം. How a man who has taken to begging, അതായത് യാചകനായ ഒരാൾ, അല്ലെങ്കിൽ യാചകനാകേണ്ടി വന്ന, ടേക്കൻ ടു ബെഗിങ് എന്നാണ്. ആരും യാചകനാകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ, പക്ഷേ വിധി വൈപരീത്യം കൊണ്ടായിത്തീരുന്നതാണ്. അങ്ങനെ ആയിത്തീർന്ന ഒരാൾ, അയാളെ എങ്ങനെയാണ് അയാൾക്ക് ചുറ്റുമുള്ള ആളുകൾ നോക്കിക്കാണുന്നത് എന്നതാണ് നമ്മൾ ഈ കഥയിൽ കാണാൻ പോകുന്നത്. ദ ബെഗർ, യാചകൻ. He had seen better days despite his present misery and infirmities. അവൻ ഒരുപാട് നല്ല ദിവസങ്ങൾ കണ്ടിട്ടുണ്ട്, അവൻ ഒരുപാട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡെസ്പൈറ്റ് ഹിസ് പ്രസൻറ്റ് മിസറി, പക്ഷേ പ്രസൻറ്റിൽ അവന് ദുരിതങ്ങളും അതുപോലെ തന്നെ ഇൻഫർമിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫീബിൾനെസ്, ക്ഷീണാവസ്ഥ, ബലക്ഷയം, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? മിസറിയാണ്, ദുരിതമാണ്, ഇൻഫർമിറ്റിയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് പ്രസൻറ്റെങ്കിലും പുള്ളിക്കാരന് നല്ല ഒരു കാലം ഉണ്ടായിരുന്നു. ഹി ഹാഡ് സീൻ ബെറ്റർ ഡേയ്സ്, അല്ലെ, ഒന്നുകൂടി ഭേദപ്പെട്ട ദിവസങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അറ്റ് ദ ഏജ് ഓഫ് 15 ബോത്ത് ഹിസ് ലെഗ്സ് ഹാഡ് ബീൻ ക്രഷ്ഡ് ബൈ എ കാരേജ് ഓൺ ദ വാവിൽ ഹൈവേ. അങ്ങനെ 15ാം വയസ്സിൽ 2 കാലുകൾക്കും എന്ത് സംഭവിച്ചു? ഹാഡ് ബീൻ ക്രഷ്ഡ് ബൈ എ കാരേജ്, ഒരു ചരക്കുവാഹനം വന്നിട്ട് കയറിയതാണെന്ന് തോന്നുന്നു. അത് ചതഞ്ഞു, അദ്ദേഹത്തിൻ്റെ 2 കാലുകളും ചതഞ്ഞുപോയി. ഓൺ ദ വാവിൽ ഹൈവേ, വാവിൽ എന്ന് പറയുന്ന സ്ഥലത്തെ ഹൈവേയിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഫ്രം ദാറ്റ് ടൈം ഫോർത്ത് ഹി ബെഗ്ഡ്. ഫോർത്ത് മീൻസ് അവിടെ നിന്ന് അങ്ങോട്ട് അല്ലേ. ഫ്രം ദാറ്റ് ടൈം ഓൺവേർഡ്സ് ഹി ലീവ്ഡ് ബൈ ബെഗിങ്. എങ്ങനെ? ഡ്രാഗിങ് ഹിംസെൽഫ് അലോങ് ദ റോഡ്സ്. ഡ്രാഗ് ചെയ്യാൻ വലിച്ചുകൊണ്ട് പോവുക എന്നാണ്. അദ്ദേഹത്തെ തന്നെ റോഡിലൂടെ വലിച്ചുകൊണ്ട് പോവുകയാണ്, അത് ഇഴഞ്ഞു നീങ്ങുകയാണ്. ത്രൂ ദ ഫാം യാർഡ്സ്, റോഡിലൂടെ പോകുന്നു. അതുപോലെ തന്നെ ഫാം യാർഡ് എന്ന് പറഞ്ഞാൽ ദ ഏരിയ അറൗണ്ട് എ ഫാം, അതിലൂടെ പോകുന്നു. സപ്പോർട്ടഡ് ബൈ ക്രച്ചസ്. എങ്ങനെയാണ് നടക്കുന്നത്? ക്രച്ചസിൻ്റെ, ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ്. വിച്ച് ഫോഴ്സ്ഡ് ഹിസ് ഷോൾഡേഴ്സ് അപ് ടു ഹിസ് ഇയേഴ്സ്. ഊന്നുവടിയുടെ സഹായത്തോടുകൂടിയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഊന്നുവടി വയ്ക്കുന്ന 2 തോളുകളും ഊന്നുവടിയുടെ ആ ഒരു ഫോഴ്സ് കൊണ്ട് ചെവിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. 2 ചെവികളും കവർ ചെയ്തിട്ടാണ് 2 ഷോൾഡേഴ്സ് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. His head looked as if it was squeezed in between 2 mountains. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശിരസ് കാണപ്പെടുകയാണ് എങ്ങനെ? If it were squeezed in between 2 mountains. 2 മലകളുടെ നടുക്ക് തല ഞെരുക്കപ്പെട്ടതുപോലെ. ഇപ്പോൾ ഷോൾഡേഴ്സിനെ മലയുടെ പോലെയാണ്, അതായത് ക്രച്ചേഴ്സ് വയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഷോൾഡേഴ്സാണ്. അതിൻ്റെ 2ൻ്റെയും ഇടയിൽ പെട്ടുപോയ, 2 മലകൾക്കിടയിൽ പെട്ടുപോയ തലയോട് ഉപമിച്ചിരിക്കുന്നു ഇവിടെ. A foundling picked out of a ditch by the priest of Labile on the eve of All Saints' Day and baptized for that reason Nicholas Townsend, reared by charity, utterly without education, crippled in consequence of having drunk several glasses of brandy given him by the baker. Such a funny story. And a vagabond all his life afterward. The only thing he knew how to do was to hold out his hand for alms. ഒരേ ഒരു സെൻറ്റൻസ്, ഒരേ ഒരു പാരഗ്രാഫ്. Okay, let's cut it into pieces. A foundling. Foundling here, an orphan boy. ഒരു അനാഥ ശിശു. അവരെ എവിടെ നിന്നാണ് കിട്ടിയത്? പിക്ഡ് ഔട്ട് ഓഫ് എ ഡിച്ച്. ഒരു ഓട, ഒരു കിടങ്ങിൽ നിന്ന് കിട്ടിയതാണ്.
അല്ലേ? ഓടയിൽ നിന്ന് കിട്ടിയ ഒരു അനാഥ ശിശു ആർക്കാണ് കിട്ടിയത്? ബൈ ദ പ്രീസ്റ്റ് ഓഫ് ലേബിലെറ്റ്സ്. ലേബിലെറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തെ പ്രീസ്റ്റിന്, അല്ലെ, അവിടുത്തെ ഒരു പുരോഹിതന് ഓടയിൽ നിന്ന് കിട്ടിയ അനാഥ ശിശുവാണ്. എന്നാണ് കിട്ടിയതെന്ന് പറയുന്നു? സെയിൻസ് ഡേയിലാണ്. അവനെ ബാപ്റ്റൈസ് ചെയ്യുന്നു. ബാപ്റ്റൈസ് ചെയ്യണം, മാമോദിസ മുക്കുന്നു, ക്രിസ്ത്യാനിയാക്കുന്നു. അതുകൊണ്ട് തന്നെ ഫോർ ദാറ്റ് റീസൺ നിക്കോളാസ് ടൗസൻഡ് അവന് പേരിടുകയാണ്. ബെഗറിൻ്റെ പേരെന്താണ്? നിക്കോളാസ് ടൗസൻഡ്. എങ്ങനെയാണ് അവനെ വളർത്തുന്നത്? റിയേർഡ് ബൈ ചാരിറ്റി. റിയർ എന്ന് പറഞ്ഞാൽ ടു ഗ്രോ എന്നാണ്, വളർത്തുക. ചാരിറ്റി, മറ്റുള്ളവരിൽ നിന്നുള്ള ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് അവനെ വളർത്തിയത്. അറ്റേർലി വിത്തൗട്ട് എഡ്യൂക്കേഷൻ. അവൻ വളർന്ന മുറയ്ക്ക് അവന് വേണ്ട എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, അല്ലേ? വിത്തൗട്ട് എഡ്യൂക്കേഷൻ എന്നാണ്. ക്രിപ്പിൾഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് ഹാവിങ് ഡ്രങ്ക് സെവറൽ ഗ്ലാസസ് ഓഫ് ബ്രാൻഡി. മിക്കപ്പോഴും ക്രിപ്പിൾഡാണ്, വെച്ചാൽ മുടന്തനായിക്കൊണ്ടാണ് നടക്കുന്നത്. നടക്കാൻ വയ്യ. കാരണം എന്താണ്? ഇൻ കോൺസിക്വൻസ് ഓഫ് മീൻസ് ബിക്കോസ് ഓഫ്. എന്തുകൊണ്ടാണ് അവൻ മുടന്തി, ശരിയായ രീതിയിലല്ലാതെ നടക്കുന്നത്? ഓഫ് ഹാവിങ് ഡ്രങ്ക്, കുടിച്ചതുകൊണ്ട്. സെവറൽ ഗ്ലാസസ് ഓഫ് ബ്രാൻഡി, ബ്രാൻഡി കുടിച്ചതുകൊണ്ട്. ആരാണത് കൊടുക്കുന്നത്? ഗിവൺ ബൈ ദ ബേക്കർ. തൊട്ടടുത്ത് ബേക്കറുണ്ട്. ബേക്കർ നൽകുന്ന ബ്രാൻഡി കുടിച്ചുകൊണ്ട് അലസനായി നടക്കുന്ന നിക്കോള ടൗസൻഡ്. ആൻഡ് എ വേഗബോണ്ട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവനാണ്. ഓൾ ഹിസ് ലൈഫ് ആഫ്റ്റർവേർഡ്, പിന്നീട് അങ്ങോട്ട് അലഞ്ഞു തിരിയലായിരുന്നു അവൻ്റെ ജീവിതം. ദ ഓൺലി തിങ് ഹി ന്യൂ, അവനറിയാവുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൗ ടു ഡു വാസ് ടു ഹോൾഡ് ഔട്ട് ഹിസ് ഹാൻഡ് ഫോർ ആംസ്. ആംസിന് വേണ്ടി, ഭിക്ഷയ്ക്ക് വേണ്ടി കൈ നീട്ടുക, ഹോൾഡ് ഔട്ട് ചെയ്യുക മാത്രമായിരുന്നു അവൻ അറിയാവുന്ന ഒരു പണി. അറ്റ് വൺ ടൈം ദ ബാരനസ് ഡി അവറി allowed him to sleep in a kind of recess spread with straw close to the poultry yard in the farm adjoining the chateau, and if he was in great need he was sure of getting a glass of cider and a crust of bread in the kitchen. At one time, ഒരിക്കൽ അവിടെ ഒരു ബാരനസ് ഉണ്ടായിരുന്നു. മീൻസ് ഒരു പ്രഭുവിൻ്റെ ഭാര്യ, വൈഫ് ഓഫ് എ ബാരൻ. ഡി ഐവറി, ഐവറിയിലെ പ്രഭു അവനെ ഒരിക്കൽ അനുവദിച്ചിട്ടുണ്ട്. എന്തിന്? allowed him to sleep in a kind of recess. recess എന്ന് പറഞ്ഞാൽ ഒരു വിശ്രമ സ്ഥലം, ഒരു സ്പേസ്. എങ്ങനെ? സ്പ്രെഡ് വിത്ത് സ്ട്രോ വിരിച്ച കിടക്കാൻ അനുവദിച്ചിട്ടുണ്ട്. ക്ലോസ് ടു ദ പോൾട്രി യാർഡ്, ഒരു പോൾട്രി ഫാം ഉണ്ട്, അതിനോട് അനുബന്ധമായിട്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ഫാം, അല്ലേ? ആ പോൾട്രി യാർഡ് എവിടെയാണുള്ളത്? ഇൻ ദ ഫാം അഡ്ജോയിനിങ് ദ ഷാറ്റോ. ഷാറ്റോ എന്ന് ഉദ്ദേശിക്കുന്നത് എ ഫ്രഞ്ച് കാസിൽ, ഒരു ഫ്രഞ്ച് കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിനോട് അനുബന്ധമായിട്ടൊരു ഫാമുണ്ട്. ആ ഫാമിൽ ഒരു പോൾട്രി യാർഡ് ഉണ്ട്, കോഴികളെയൊക്കെ വളർത്തുന്ന ഇടം. അവിടെ ഒരു വിശ്രമ കേന്ദ്രം, സ്ട്രോ വിരിച്ച് കിടക്കാൻ വേണ്ടി അവിടുത്തെ പ്രഭുയായിട്ടുള്ള സ്ത്രീ അവരെ അനുവദിച്ചിരുന്നു. ആൻഡ് ഇഫ് ഹി വാസ് ഇൻ ഗ്രേറ്റ് നീഡ്, അത്യാവശ്യമുണ്ടെങ്കിൽ എന്ത് കിട്ടും? ഹി വാസ് ഷുവർ ഓഫ് ഗെറ്റിംഗ് എ ഗ്ലാസ് ഓഫ് സിഡർ, ആപ്പിൾ വൈൻ, അല്ലെ? സിഡർ, ആപ്പിൾ സിഡർ വിനെഗർ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ആപ്പിൾ വൈന് അവന് അത്യാവശ്യമെങ്കിൽ ആ പ്രഭു കൊടുത്തിരുന്നു. ആൻഡ് എ ക്രസ്റ്റ് ഓഫ് ബ്രെഡ് ഇൻ ദ കിച്ചണിൽ പോയി കഴിഞ്ഞാൽ എന്തിട്ടും? എ ക്രസ്റ്റ് ഓഫ് ബ്രെഡ്, ബ്രെഡിൻ്റെ ബാഹ്യപടലം, അല്ലെ? ഔട്ടർ കവറിങ് ഓഫ് bread, that is crust. Moreover, the old lady often threw him a few pennies from her window. Moreover, അതുകൂടാതെ the old lady, ആ വയസ്സായ സ്ത്രീ എന്ത് ചെയ്യുമായിരുന്നു? ഓഫൺ, പലപ്പോഴും, threw him, അവൻ എറിഞ്ഞു കൊടുത്തു, a few pennies, കുറച്ച് പൈസ, from her window, അവരുടെ ജനൽക്കിൽ നിന്ന്. അപ്പോൾ ആവശ്യമെങ്കിൽ കുറച്ച് പൈസ കൂടി അവന് കൊടുത്തിരുന്നു. ബട്ട് ഷി വാസ് ഡെഡ് നൗ. എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ നല്ല സ്ത്രീ, ആ ബാരനസ് ഇപ്പോൾ ഇല്ല, അന്തരിച്ചിട്ടുണ്ട്. In the villages, people gave him scarcely anything. Scarcely, rarely, അല്ലെങ്കിൽ നെവർ എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ വില്ലേജിലെ ആളുകളൊന്നും, ഗ്രാമത്തിലെ ആളുകളൊന്നും അവന് ഒന്നും കൊടുക്കുന്നില്ല. ഹി വാസ് ടു വെൽ നോൺ, കാരണം അതാണ്. ഹി വാസ് വെരി പോപ്പുലർ ദർ. ദിവസവും അലഞ്ഞു തിരിഞ്ഞ് അതിലേക്ക് നടക്കുന്ന ആളായതുകൊണ്ട് ഹി വാസ് വെരി പോപ്പുലർ, ഹി വാസ് വെരി വെൽ നോൺ എമംഗ് പീപ്പിൾ ഇൻ ദ വില്ലേജ്. എവരിബഡി ഹാഡ് ഗ്രോൺ ടയേർഡ് ഓഫ് സീയിങ് ഹിം. അവനെ കണ്ട് ആളുകൾ മടുത്തിട്ടുണ്ട്. ഡേ ആഫ്റ്റർ ഡേ ഫോർ 40 years, 40 വർഷമായിട്ട് ദിവസവും കാണുന്നതാണ്. ഡ്രാഗിങ് ഹിസ് ഡീഫോംഡ് ആൻഡ് ടാറ്റേഡ് പേഴ്സൺ. ഡ്രാഗ് ചെയ്യുക, വലിച്ചു കൊണ്ടുപോവുക എന്നാണ്, അല്ലേ? ഹിയർ ഹി വാസ് ഡ്രാഗിങ് ഹിംസെൽഫ്, ഹിസ് ഡീഫോംഡ് ആൻഡ് ടാറ്റേഡ് പേഴ്സൺ. ഡീഫോംഡ് എന്ന് വെച്ചാൽ ആക്സിഡൻ്റൊക്കെ പറ്റി ശരീരത്തിന് അംഗഭംഗമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഡീഫോംഡ് ആയിട്ടുള്ള ടാറ്റേഡ് എന്ന് പറഞ്ഞാൽ വെയറിങ് ടോൺ ക്ലോത്ത്സ്, കീറിയ വസ്ത്രങ്ങൾ ധരിച്ച ആ മനുഷ്യൻ, അല്ലേ? ദിവസവും കാണുന്ന അദ്ദേഹത്തിനെ ഫ്രം ഡോർ ടു ഡോർ, ഒരു വാതിലിൽ നിന്ന് മറ്റൊരു വാതിൽക്കിലേക്ക് പോകുന്ന അയാൾ. ഓൺ ഹിസ് വുഡൻ ക്രച്ചസ്, അദ്ദേഹം സഞ്ചരിക്കുന്നത് തൻ്റെ വുഡൻ ക്രച്ചസിൻ്റെ, ഊന്നുവടിയുടെ സഹായത്താലാണ് അദ്ദേഹം നടക്കുന്നത്.
But he could not make up his mind to go elsewhere. But he was not ready to go outside that particular village. Make up his mind means prepare one's mind. ഒരാളുടെ മനസ്സിനെ തയ്യാറെടുപ്പിക്കുക. അവൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചില്ല. എന്തിന്? ടു ഗോ എൽസ്വെയർ, മറ്റെവിടെയെങ്കിലും പോകണമെന്ന്. മറ്റെവിടെയും പോകാൻ അവന് തോന്നിയിട്ടില്ല. ബിക്കോസ് അതിന് കാരണമുണ്ട്. ഹി ന്യൂ നോ പ്ലേസ് ഓൺ എർത്ത് ബട്ട് ദിസ് പെർട്ടിക്കുലർ കോർണർ ഓഫ് ദ കൺട്രി. അവന് മറ്റെവിടെയും പരിചയമില്ല, അല്ലേ? അവന് ആകെ അറിയാവുന്നത് ഈ ഒരു ഏരിയയാണ്. അതുകൊണ്ട് ഇതിലെ നടക്കുന്നു. ദീസ് 3 or 4 വില്ലേജസ് വെയർ ഹി ഹാഡ് സ്പെൻഡ് ദ ഹോൾ ഓഫ് ഹിസ് മിസറബിൾ എക്സിസ്റ്റൻസ്. ഈ ഒരു 3-4 വില്ലേജിലൂടെ, അല്ലേ, വെയർ ഹി ഹാഡ് സ്പെൻഡ് ദ ഹോൾ ഓഫ് ഹിസ് മിസറബിൾ എക്സിസ്റ്റൻസ്. അവൻ്റെ മിസറബിളായിട്ടുള്ള, ദുരിതപൂർണമായിട്ടുള്ള എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നർത്ഥം. ആ ജീവിതവും നയിച്ചുകൊണ്ട് ഈ 3-4 വില്ലേജിലൂടെ മറ്റെങ്ങും പോകാൻ അറിയാതെ അവൻ അങ്ങനെ നടക്കുകയാണ്. He had limited his begging operations and would not for worlds have passed his accustomed bounds. അദ്ദേഹത്തിൻ്റെ ബെഗിങ് ഓപ്പറേഷൻസ്, അദ്ദേഹത്തിൻ്റെ യാചന അദ്ദേഹം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ? ഈ ഒരു സ്ഥലത്തേക്ക്. ആൻഡ് വുഡ് നോട്ട് ഫോർ വേൾഡ്സ്, എന്തു വന്നാലും ശരി. ഫോർ വേൾഡ്സ് എന്നത് ഒരു എക്സ്പ്രഷനാണ്, അല്ലേ? എന്തു വന്നാലും എന്നുള്ള അർത്ഥത്തിലാണ്. ഹാവ് പാസ്ഡ് ഹീസ് അക്കസ്റ്റംഡ് ബൗണ്ട്സ്, തൻ്റെ അക്കസ്റ്റംഡ് ആയിട്ടുള്ള, അതായത് ഹി യൂസ്ഡ് ടു, പതിവായിട്ട് പോകുന്ന അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള ബൗണ്ടറി, ആ ബൗണ്ടറിയെ പാസ് ചെയ്യാൻ, തൻ്റെ പരിചിതമായ അതിരുകളെ മറികടക്കാൻ, എന്നിട്ട് ബെഗിങ് ഓപ്പറേഷൻസ് നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. He did not even know whether the world extended for any distance beyond the trees which had always bounded his vision. He did not even know, അവൻ അതുപോലും അറിയില്ലായിരുന്നു, whether the world extended for any distance. ലോകം അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ബിയോണ്ട് ദ ട്രീസ്, ആ മരങ്ങൾക്കപ്പുറത്തേക്ക്, which had always been bounded his vision. അവൻ കാണുന്ന ആ മരങ്ങളുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ലോകമുണ്ട് എന്നവന് അറിയില്ലായിരുന്നു. He did not ask himself the question. അവൻ സ്വയം ആ ചോദ്യം ചോദിച്ചില്ല. And when the peasants, tired of constantly meeting him in their fields or along their lines, exclaimed, അതിലൂടെ പോകുന്ന പെസൻസ്, കർഷകർ, ടയേർഡ് ഓഫ് കോൺസ്റ്റൻ്റ്ലി മീറ്റിംഗ് ഹിം, അവനെ കണ്ട് മടുത്ത, അല്ലേ? കോൺസ്റ്റൻ്റ്ലി പറഞ്ഞാൽ സ്ഥിരമായിട്ട് അവനെ മീറ്റ് ചെയ്ത് മടുത്ത കർഷകർ അതിലേ പോകുമ്പോൾ, ആ പാടത്തൂടെ, ഫീൽഡ്സിലൂടെ, അതുപോലെ തന്നെ ആ ലെയിൻസ്, ഇടവഴികളിലൂടെ പോകുമ്പോൾ അവർ എക്സ്ക്ലെയിം ചെയ്തു, ആശ്ചര്യപ്പെട്ടു. എന്നിട്ടിങ്ങനെ പറഞ്ഞു, വൈ ഡോണ്ട് യു ഗോ ടു അതർ വില്ലേജസ് ഇൻസ്റ്റെഡ് ഓഫ് ഓൾവേസ് ലിമ്പിങ് അബൌട്ട് ഹിയർ. വൈ ഡോണ്ട് യു ഗോ, ഒരു സജഷൻ കൊടുക്കുകയാണ്, നിനക്ക് എന്തുകൊണ്ട് മറ്റ് വില്ലേജുകളിലേക്ക് പോയിക്കൂടാ? ഇൻസ്റ്റെഡ് ഓഫ്, അതിന് പകരമായി, എന്തിനു പകരമായി? ഓൾവേസ് ലിമ്പിങ് അബൌട്ട് ഹിയർ, ഇവിടെ ഇങ്ങനെ ചുറ്റി മുടന്തി നടക്കുന്നതിനേക്കാൾ നിനക്ക് മറ്റു ഏതെങ്കിലും വില്ലേജിൽ പോകുന്നതല്ലേ നല്ലത് എന്നവർ ചോദിക്കുമായിരുന്നു. ഹി ഡിഡ് നോട്ട് ആൻസർ, അവൻ ആൻസറൊന്നും പറയില്ല. ബട്ട് സ്ലങ്ക് എവേ, അവൻ അവിടെ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു പതിവ്. സ്ലങ്ക് എവേ, ഒളിക്കുക. ടു ഹൈഡ് ഹിംസെൽഫ്. പോസസ്ഡ് വിത്ത് എ വേഗ് ഡ്രെഡ് ഓഫ് ദ അൺനോൺ, അവൻ്റെ പ്രശ്നം അതാണ്, എന്തോ പരിചിതമല്ലാത്ത. വേഗ് എന്ന് പറഞ്ഞാൽ അൺക്ലിയർ എന്നാണ് അർത്ഥം, അല്ലേ? അൺക്ലിയർ ഡ്രെഡ് എന്ന് പറഞ്ഞാൽ ഫിയർ, എന്തോ ഒരു ഭയം. ഓഫ് ദ അൺനോൺ, അല്ലേ? അവനെ എന്തോ ഒരു ഭയം പിടികൂടും. ദ ഡ്രെഡ് ഓഫ് എ പുവർ റച്ച്, ഒരു പാവപ്പെട്ട അധമൻ്റെ, റച്ച് എന്ന് പറഞ്ഞാൽ ദരിദ്രൻ, അധമൻ എന്നൊക്കെയാണ് അർത്ഥം. ആ ദരിദ്രൻ്റെ ഭയം. ഹു ഫിയേഴ്സ് കൺഫ്യൂസർലി 1,000 തിങ്സ്, ഒരു പാവപ്പെട്ടവന് സ്ഥിരമായിട്ടുണ്ടാകുന്നതാണ് ആ ഒരു ഭയം എന്ന് പറയുന്നു. 1000 കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഭയമാണ്. എന്തിനെക്കുറിച്ചൊക്കെയാണ്? ന്യൂ ഫേസസ്, ടോൺസ് എന്ന് വെച്ചാൽ കുത്തുവാക്ക്, ആക്ഷേപങ്ങൾ. ഇൻസൾട്ട്സ് എന്നുള്ള അതേ മീനിങ് തന്നെയാണ്. ദ സസ്പീഷ്യസ് ഗ്ലാൻസസ് ഓഫ് പീപ്പിൾ, ആളുകളുടെ സംശയപൂർണമായ നോട്ടങ്ങൾ. ഹൂ ഡു നോട്ട് നോ ഹിം, അവനെ അറിയാത്ത ആളുകളുടെ നോട്ടം. ആൻഡ് ദ പോലീസ്മാൻ, പോലീസിനെ കുറിച്ചുള്ള അവൻ്റെ ഭയം. എല്ലാം ഉണ്ട്, അല്ലേ? ദ പോലീസ്മാൻ വാക്കിംഗ് ഇൻ കപ്പിൾസ് ഓൺ ദ റോഡ്സ്, പോലീസ്മാൻ എങ്ങനെയാണ്? വാക്കിംഗ് ഇൻ കപ്പിൾസ്. 2 പോലീസുകാരുണ്ടാവും, അവരങ്ങനെ റോഡിൽ കൂടി നടക്കുകയായിരിക്കും. അവരെയൊക്കെ നമ്മുടെ പാവം ഈ മനുഷ്യന് പേടിയാണ്. ദീസ് ലാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പോലീസിനെയാണ്, റോഡിലൂടെ കപ്പിൾസായി നടക്കുന്ന പോലീസ്. ദീസ് ലാസ്റ്റ് ഹി ഓൾവേസ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി അവോയ്ഡഡ്, അവരെ പലപ്പോഴും അവോയ്ഡ് ചെയ്യാറുണ്ടായിരുന്നു നമ്മുടെ ബെഗർ. കാണുമ്പോൾ തന്നെ പേടിയാണ്, അല്ലേ? ജന്മനാൽ പേടിയാണ് പോലീസിനെ. ടേക്കിംഗ് റെഫ്യൂജ് ഇൻ ദ ബുഷസ് ഓർ ബിഹൈൻഡ് ഹീപ്സ് ഓഫ് സ്റ്റോൺസ് വെൻ ഹി സോ ദം കമ്മിങ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? വെൻ ഹി സോ ദ പോലീസ് ഹി വുഡ് ടേക്ക് റെഫ്യൂജ് ഇൻ ദ ബുഷസ്, അവൻ അഭയം തേടുന്നത് കുറ്റിച്ചെടികൾക്ക് മറവിലാണ്.
or behind heaps of stones. അല്ലെങ്കിൽ കുറച്ച് കല്ലുകൾ കൂട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ പിറകിൽ അവൻ അഭയം തേടും. when he saw them coming, അവരിങ്ങോട്ട് വരുന്ന സമയത്ത്, പോലീസിനെ കാണുന്ന സമയത്ത്. when he perceived them in the distance, കുറച്ചകലെ നിന്ന് തന്നെ അവൻ പോലീസിനെ കാണുമ്പോൾ, when he identified the police from a distance, എങ്ങനെ, വിത്ത് യൂണിഫോംസ് ഗ്ലീമിങ് ഇൻ ദ സൺ, സൂര്യപ്രകാശത്തിൽ യൂണിഫോം അങ്ങനെ ഗ്ലീം, ഷൈൻ ചെയ്യുന്ന സമയത്ത്, തിളങ്ങുന്ന സമയത്ത്, ഹി വാസ് സഡൻലി പോസസ്ഡ് വിത്ത് അൺവാണ്ടഡ് അജിലിറ്റി. അവന് അൺവാണ്ടഡ് ആയിട്ടുള്ള അജിലിറ്റി, അൺവാണ്ടഡ് മീൻസ് അൺഅക്കസ്റ്റംഡ്, നോട്ട് കസ്റ്റമറി, പരിചിതമല്ലാത്ത ഒരു ചുറുചുറുക്ക്, അല്ലേ, അവനില്ലാത്ത ഒരു ചുറുചുറുക്ക് ആ സമയത്ത് കൈവരും. എന്തിനുള്ള ചുറുചുറുക്കാണ്? ദ അജിലിറ്റി ഓഫ് എ വൈൽഡ് ആനിമൽ സീക്കിംഗ് ഇറ്റ്സ് ലയർ. ഒരു വൈൽഡ് ആനിമലിൻ്റെ, ഒരു കാട്ടുമൃഗത്തിൻ്റെ ഒരു ചുറുചുറുക്ക്, സീക്കിംഗ് ഇറ്റ്സ് ലയർ, അതിൻ്റെ മാളം തേടി പോകാനുള്ള ആ ഒരു ചുറുചുറുക്ക്, അല്ലേ. ശത്രുവിനെ കാണുന്ന സമയത്ത് ഓടി ഒളിക്കാനുള്ള ഒരു കാട്ടുമൃഗത്തിൻ്റെ ചുറുചുറുക്ക് പോലീസിനെ കാണുമ്പോൾ ഈ ബെഗറിനുണ്ടാവുകയാണ്. ഹി ത്രൂ അസൈഡ് ഹിസ് സ്കെച്ചസ്, തൻ്റെ ഊന്നുവടികളെല്ലാം ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയുന്നു. ഫെൽ ടു ദ ഗ്രൗണ്ട് ലൈക്ക് എ ലിംപ് റാഗ്, നിലത്തേക്ക് വീഴുന്നു. ലൈക്ക് എ ലിംപ്, മുടന്തനായിട്ടുള്ള. റാഗ് മീൻസ് എ പേഴ്സൺ ഓഫ് ഷാബി അപ്പിയറൻസ്, ഒരു വൃത്തികെട്ടവൻ, മുടന്തുന്ന വൃത്തികെട്ടവൻ. മെയ്ഡ് ഹിംസെൽഫ് ആസ് സ്മോൾ ആസ് പോസിബിൾ, അവൻ സ്വയം ചെറുതാകാൻ വേണ്ടി ശ്രമിക്കുന്നു, ചുരുണ്ടുകൂടി മണ്ണിലേക്ക് ഒതുങ്ങിക്കൂടുവാൻ ശ്രമിക്കുകയാണ്. ആൻഡ് ക്രൗച്ച്ഡ് മീൻസ് പതുങ്ങുക. ലൈക്ക് എ ബെയർ അണ്ടർ കവർ, ഒരു ബെയർ ബോഡി, ഒരു ന്യൂഡായിട്ടുള്ള മനുഷ്യൻ, നഗ്നനായ ഒരുവൻ തൻ്റെ ശരീരം കവർ ചെയ്യാൻ പതുങ്ങിക്കൂടുന്നത് പോലെ അവൻ എന്ത് ചെയ്യും? ഈ മുടന്തനായ ഈ മനുഷ്യനും മണ്ണിലേക്ക് ചുരുണ്ടുകൂടും. ഹിസ് ടാറ്റേഡ് വെസ്റ്റ്മെൻറ്റ്സ് ബ്ലെൻഡിങ് ഇൻ ഹ്യൂ വിത്ത് ദ എർത്ത് ഓൺ വിച്ച് ഹി കവേർഡ്. അവൻ്റെ ടാറ്റേഡ് ആയിട്ടുള്ള വെസ്റ്റ്മെൻറ്റ്സ്, ടാറ്റേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, ടോൺ ഔട്ട്, കീറി പറഞ്ഞ ആ ലോഹകൾ, വെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലോഹ എന്നൊക്കെയാണ് അർത്ഥം. ബ്ലെൻഡിങ് ഇൻ ഹ്യൂ മീൻസ് കളർ, വിത്ത് എർത്ത്, മണ്ണിൻ്റെ കളറായിട്ടുണ്ടാവും അവൻ്റെ കുപ്പായത്തിന്, മേൽക്കുപ്പായത്തിന്. വിച്ച് ഹി കവേർഡ് മീൻസ് COWERED എന്നാണ്, ഭയം കൊണ്ട് പതുങ്ങിക്കിടക്കുക. ടു ക്രൗച്ച് എന്നുള്ള മീനിങ്, അല്ലേ. അവന് ഭയം കൊണ്ട് മണ്ണിൽ പൊതിഞ്ഞ് കിടക്കുന്ന സമയത്ത് അവൻ്റെ വെസ്റ്റ്മെൻസിനും മണ്ണിനുമൊക്കെ ഒരേ കളറായിരിക്കും. He had never had any trouble with the police, but the instinct to avoid them was in his blood. അവന് ഇതേവരെ പോലീസിൻ്റെ അടുത്ത് നിന്ന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അവനൊരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ്, അവൻ്റെ ജന്മനാലുള്ളൊരു വാസന, എന്ത്, ടു അവോയ്ഡ് ദം, പോലീസിനെ അവോയ്ഡ് ചെയ്യാൻ, അതവൻ്റെ രക്തത്തിലുള്ളതാണ്. ഹി സീം ടു ഹാവ് ഇൻഹെറിറ്റഡ് ഇറ്റ് ഫ്രം ദ പാരൻസ് ഹി ഹാഡ് നെവർ നോൺ. അവനിതുവരെ അറിയാത്ത തൻ്റെ പാരൻസിൽ നിന്നും ഒരു പക്ഷേ ഇൻഹെറിറ്റ് ചെയ്തതായിരിക്കാം ഈ ഒരു ഭയം. ഇൻഹെറിറ്റ് ചെയ്യുന്ന പാരമ്പര്യമായി കിട്ടുക, അല്ലേ, അവൻ്റെ രക്തത്തിലുള്ളതായിരിക്കാം ഈ പോലീസിനെ പറ്റിയുള്ള പേടി. അല്ലാണ്ട് പോലീസ് അവനൊരിക്കലും ഉപദ്രവിച്ചിട്ടില്ല. ഹി ഹാഡ് നോ റെഫ്യൂജ്, അവന് യാതൊരു അഭയസ്ഥാനവുമില്ല, വീടില്ല. നോ റൂഫ് ഫോർ ഹിസ് ഹെഡ്, അല്ലേ, അവന് തലചായ്ക്കാൻ ഒരു മേൽക്കൂരയില്ല. നോ ഷെൽട്ടർ ഓഫ് എനി കൈൻഡ്, ഒരു തരത്തിലുമുള്ള അഭയസ്ഥാനങ്ങളുമില്ല. ഇൻ സമ്മർ ഹി കെപ്റ്റ് ഔട്ട് ഓഫ് ഡോഴ്സ് ആൻഡ് ഇൻ വിൻ്റർ ഹി ഷോഡ് റിമാർക്കബിൾ സ്കിൽ ഇൻ സ്ലിപ്പിംഗ് അൺപെർസീവ്ഡ് ഇൻ ടു ദ ബാൺസ് ആൻഡ് സ്റ്റേബിൾസ്. സമ്മറിലാവുമ്പോൾ, വേനൽക്കാലത്ത് വീടിന് വെളിയിൽ ഔട്ട്ഡോഴ്സിലായിരിക്കും കിടന്നുറങ്ങുക. വിൻ്ററിലാണെങ്കിലോ ഹി ഷോഡ് റിമാർക്കബിൾ സ്കിൽ, അവന് പ്രത്യേക കഴിവുകളുണ്ട്. എന്തിന്? ഇൻ സ്ലിപ്പിംഗ് അൺപെർസീവ്ഡ്, ആളുകൾ കാണാതെ. അൺപെർസീവ്ഡ് പറഞ്ഞാൽ അൺനോട്ടീസ്ഡ് എന്നാണ്, അല്ലേ, ആളുകളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടുക. എന്നിട്ടോ സ്ലിപ്ഡ് ഇൻ ടു ബാൺസ്, ധാന്യപ്പുരയോ അല്ലെങ്കിൽ കളപ്പുരയൊക്കെ ഉണ്ടാവില്ലേ, അതിലേക്ക് പോയിട്ട് ഊളിയിട്ടിറങ്ങി കിടന്നുറങ്ങുക. അല്ലെങ്കിൽ സ്റ്റേബിൾസ് പറഞ്ഞാൽ കുതിരാലയം, കുതിരകളെയൊക്കെ കെട്ടിയിടുന്ന സ്ഥലം, അവിടെ കിടന്നുറങ്ങുക. അതിനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഹി ഓൾവേസ് ഡീക്യാമ്പ് ബിഫോർ ഹിസ് പ്രസൻസ് കുഡ് ബി ഡിസ്കവേർഡ്. അവനെപ്പോഴും ഡീക്യാമ്പ് ചെയ്യുമായിരുന്നു, വെക്കേറ്റ് ചെയ്യുക, അല്ലേ, ആ ക്യാമ്പിൽ നിന്ന് ഒഴിവാകുക. ക്യാമ്പ് ചെയ്യുന്നത് ബാൺസിലും സ്റ്റേബിൾസിലുമാണ്. അവിടം വിട്ട് പോയി അവൻ, ബിഫോർ ഹിസ് പ്രസൻസ് കുഡ് ബി ഡിസ്കവേർഡ്. അവൻ്റെ അവിടുത്തെ സാന്നിധ്യം ആരെങ്കിലും കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ അവൻ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു പോകുമായിരുന്നു. He knew all the holes through which one could creep into farm buildings, and the handlings of his crutches having made his arms surprisingly muscular, he often hauled himself up through sheer strength of his wrist into hay lofts, where he sometimes remained for 4 or 5 days at a time, provided he had collected a sufficient store of food beforehand. He knew all the holes through which one could creep into farm buildings.
ഫാം ബിൽഡിങ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള ദ്വാരങ്ങളെല്ലാം പുള്ളിക്കാരനറിയാം. ആൻഡ് ദ ഹാൻഡ്ലിംഗ് ഓഫ് ഹിസ് ക്രച്ചസ്, ക്രച്ചസ് സ്ഥിരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഹാവിങ് മെയ്ഡ് ഹിസ് ആംസ് സർപ്രൈസിംഗ്ലി മസ്കുലർ, ഇറ്റ് ഹാസ് മെയ്ഡ് ഹിം മസ്കുലർ, ഹിസ് ഹാൻഡ്സ് മസ്കുലർ, അവൻ്റെ കയ്യിനൊക്കെ നല്ല മസിലുകളുണ്ട്. ഹി ഓഫൻ ഹോൾ ഹിംസെൽഫ്, ഹോൾ മീൻസ് വലിച്ചിഴയ്ക്കുക, ഡ്രാഗ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ് ത്രൂ ദ ഷിയർ സ്ട്രെങ്ത് ഓഫ് ഫ്രീസ്റ്റ് ഇൻ ടു ഹേ ലോഫ്റ്റ്സ്. ഹേ ലോഫ്റ്റ് ആണ് സ്റ്റോറിങ് പ്ലേസസ് ഓഫ് ഹേ, വൈക്കോൽ കൂനയിൽ വൈക്കോലൊക്കെ കൂട്ടിയിടുന്ന സ്ഥലം. അവിടേക്ക് തന്നെ സ്വന്തം കൈയിൻ്റെ, അതായത് റിസ്റ്റിൻ്റെ സ്ട്രെങ്ത് കൊണ്ട് അവനെ തന്നെ ഉയർത്തിയിട്ട് അവിടെ കടന്നുകൂടും. വെയർ ഹീ സംടൈംസ് റിമൈൻ ഫോർ 4 or 5 days, 4-5 ദിവസം അവിടെ തന്നെ കഴിച്ചുകൂട്ടും, ഒറ്റ സ്ട്രെച്ചിൽ കഴിച്ചുകൂട്ടും. എങ്ങനെയാണെങ്കിൽ പ്രൊവൈഡഡ് മീൻസ് ഇഫ് ഹി ഹാഡ് കളക്റ്റഡ് എ സഫിഷ്യൻറ്റ് സ്റ്റോർ ഓഫ് ഫുഡ് ബിഫോർ ഹാൻഡ്, മുൻകൂട്ടി കുറച്ച് ഭക്ഷണം 3-4 ദിവസത്തേക്കോ കയ്യിലുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് അത്രയും ദിവസം അവൻ ആ വൈക്കോൽ കൂനയിൽ കഴിച്ചുകൂട്ടും. ഹി ലീവ് ലൈക്ക് ദ ബീസ് ഓഫ് ദ ഫീൽഡ്, പാടത്തെ മൃഗങ്ങളെ പോലെയാണ് അവൻ്റെ ജീവിതം. ഹി വാസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് മെൻ, മിഡ്സ് മീൻസ് ഇൻ ദ മിഡിൽ ഓഫ്, ആളുകളുടെ മധ്യത്തിലാണ് അവൻ്റെ ജീവിതം. യെറ്റ് ന്യൂ നോ വൺ, പക്ഷെ ആരെയും അറിയില്ല. ലൗഡ് നോ വൺ, ആരെയും സ്നേഹിച്ചില്ല. എക്സൈറ്റിംഗ് ഇൻ ദ ബ്രസ്റ്റ് ഓഫ് ദ പെസൻസ് ഓൺലി എ സോർട്ട് ഓഫ് കെയർലെസ് കണ്ടംപ്റ്റ് ആൻഡ് സ്മോൾഡറിംഗ് ഹോസ്റ്റിലിറ്റി. അദ്ദേഹത്തിന് കഴിഞ്ഞത് ഇതിന് മാത്രമാണ്. എക്സൈറ്റിംഗ് ദ ബ്രസ്റ്റ് ഓഫ് ദ പെസൻസ്, അവിടുത്തെ കർഷകരുടെ മനസ്സുകളിൽ എന്തുണ്ടാക്കാനാണ്? ഓൺലി എ സോർട്ട് ഓഫ് കെയർലെസ് കണ്ടംപ്റ്റ്, ഒരു പുച്ഛം മാത്രം സൃഷ്ടിക്കാനാണ് അവന് സാധിച്ചത്, അല്ലേ? ആളുകളെ മുഴുവൻ, അവിടുത്തെ കർഷകരെ മുഴുവൻ വെറുപ്പിക്കാനും, അതുപോലെ തന്നെ സ്മോൾഡറിങ് ഹോസ്റ്റിലിറ്റി, അവർക്ക് പകയുണ്ടാക്കാനും. സ്മോൾഡറിങ് എന്ന് വെച്ചാൽ പുകയുന്ന എന്നാണ് അർത്ഥം, ഹോസ്റ്റിലിറ്റി പക. അവനോടൊരു പകയുണ്ടാക്കാനും മാത്രമേ അവൻ്റെ എക്സിസ്റ്റൻസ് ഉപകരിച്ചുള്ളൂ. ആളുകൾക്കെല്ലാം അവനോടൊരു പുച്ഛവും പകയുമൊക്കെ ആയിരുന്നു. ദേ നിക്നെയിംഡ് ഹിം ബെൽ, അവനെ ആളുകൾ നിക്നെയിം ചെയ്തത്, അവൻ്റെ വിളിപ്പേര് ബെൽ എന്നായിരുന്നു. ബിക്കോസ്, അങ്ങനെ ബെല്ലെന്ന് വിളിക്കാൻ കാരണമുണ്ട്. ബിക്കോസ് ഹി ഹങ് ബിറ്റ്വീൻ ഹിസ് 2 crutches ലൈക്ക് എ ചർച്ച് ബെൽ ബിറ്റ്വീൻ ഹിസ് സപ്പോർട്ട്സ്. 2 തൂണുകൾക്ക് നടുവിൽ തൂങ്ങിക്കിടക്കുന്ന ചർച്ച് ബെല്ലിനെ പോലെ 2 ക്രച്ചസിന് നടുവിൽ അവനെ തന്നെ തൂക്കിയിടുന്നത് കൊണ്ട് അവനെ നാട്ടുകാർ ബെൽ എന്ന് വിളിച്ചു. ഫോർ 2 days ഹി ഹാഡ് ഈറ്റൻ നത്തിങ്, 2 ദിവസമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. നോ വൺ ഗേവ് ഹിം എനിത്തിങ് നൗ, ഇതുവരെ ആളുകളൊന്നും അവന് കൊടുത്തിട്ടില്ല. എവരി വൺസ് പേഷ്യൻസ് വാസ് എക്സോസ്റ്റഡ്, കാരണം ഇതാണ്, എല്ലാവരുടെയും ക്ഷമ നശിച്ചിരിക്കുന്നു. എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ് ഔട്ട്, ഇല്ലാതായിരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം. വിമൻ ഷൗട്ടഡ് ടു ഹിം ഫ്രം ദെയർ ഡോർ സ്റ്റെപ്സ്, വരുമ്പോൾ തന്നെ സ്ത്രീകളെല്ലാം അവന് നേരെ ഷൗട്ട് ചെയ്യും, അല്ലേ? വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട്. വെൻ ദേ സോ ഹിം കമ്മിങ്, എന്താണ് അവർ പറയുക? ബി ഓഫ് വിത്ത് യു, ഇവിടുന്ന് പോ. യു ഗുഡ് ഫോർ നത്തിങ് വേഗബൗണ്ട്, അലഞ്ഞു തിരിയുന്ന, വേഗബൗണ്ട് എന്ന് വെച്ചാൽ അലഞ്ഞു തിരിയുന്ന ആളാണെന്നല്ലേ. ഒന്നിനും കൊള്ളാത്ത അലഞ്ഞു തിരിയുന്നവനെ നീ ഇവിടെ നിന്ന് പോകൂ. ബി ഓഫ്, ഗോ എവേ എന്നാണ് അവർ പറയുന്നത്. ഐ ഗേവ് യു എ പീസ് ഓഫ് ബ്രെഡ് ഓൺലി 3 days ago, 3 ദിവസം മുമ്പല്ലേ ഞാൻ നിനക്ക് ബ്രെഡിൻ്റെ കഷ്ണം തന്നത്, പിന്നെയും നീ എന്തിനാണ് ഇവിടെ ഇന്ന് വന്നത്? ആൻഡ് ഹി ടേൺഡ് ഓൺ ഹിസ് crutches ടു ദ നെക്സ്റ്റ് ഹൗസ്, അവൻ അവിടെ നിന്ന് അടുത്ത വീടിൻ്റെ ഉമ്മറത്തേക്ക് പോകും. വെയർ ഹി വാസ് റിസീവ്ഡ് ഇൻ ദ സെയിം ഫാഷൻ, അവിടെയും ഇതുതന്നെയാണ് അനുഭവം. അവനെ സ്വീകരിക്കുക ഇതേ രീതിയിലായിരിക്കും. ദ വിമൻ ഡിക്ലെയർഡ് ടു വൺ അനദർ, അവർ പരസ്പരം, സ്ത്രീകൾ പരസ്പരം പറയും. ആസ് ദേ സ്റ്റുഡ് ഇൻ ദെയർ ഡോർസ്, അവർ വാതിലിരുന്നു കൊണ്ട് അങ്ങനെ പറയും. വി കാൺ ഫീഡ് ദ ലേസി ബ്രൂട്ട് ഓൾ ദ ഇയർ റൗണ്ട്, വർഷം മുഴുവൻ ഈ ഒരു മടിയനായ മൃഗത്തെ നമുക്ക് തീറ്റിപ്പോറ്റാൻ സാധിക്കില്ല എന്ന്. ആൻഡ് യെറ്റ് ദ ലേസി ബ്രൂട്ട് നീഡ് ഫുഡ് എവറി ഡേ, പക്ഷേ യാദൃശ്ചികമെന്ന് പറയട്ടെ, ഈ ഒരു മടിയനായ മൃഗത്തിന് എന്താവശ്യമുണ്ട്? ഭക്ഷണം ദിവസവും ആവശ്യമുണ്ട് താനും. ഹി ഹാഡ് എക്സോസ്റ്റഡ് സെയിൻറ്റ് ഹിലർ, വാവിൽ ആൻഡ് ലേബിലറ്റ്സ്, 3 വില്ലേജസിൻ്റെ പേരാണ്. വിതൗട്ട് ഗെറ്റിംഗ് എ സിംഗിൾ കോപ്പർ ഓർ സോ മച്ച് ആസ് എ ഡ്രൈ ക്രസ്റ്റ്, ഒരു ബ്രെഡിൻ്റെ ഉണങ്ങിയ കഷണമോ അല്ലെങ്കിൽ ഒരു നാണയത്തുട്ടോ ഒന്നും കിട്ടാതെ അവൻ ക്ഷീണിച്ചു, അല്ലേ? ഹി ഹാഡ് എക്സോസ്റ്റഡ്, ആ 3 സ്ഥലത്ത് നടന്നവൻ ക്ഷീണിച്ചു. ഹിസ് ഓൺലി ഹോപ്പ് വാസ് ഇൻ ടൂനോൾസ്, അടുത്ത വില്ലേജ് മാത്രമായിരുന്നു അവനൊരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നത്. എന്താണ് വില്ലേജിൻ്റെ പേര്? ടൂനോൾസ്. ബട്ട് ടു റീച്ച് ദിസ് പ്ലേസ് ഹി വുഡ് ഹാവ് ടു വാക്ക് 5 miles അലോങ് ദ ഹൈ റോഡ്, അവിടെ എത്തണമെങ്കിൽ ഏതാണ്ട് 5 miles നടക്കേണ്ടതുണ്ട് കയറ്റമുള്ള റോഡിലൂടെ. ആൻഡ് ഹി ഫെൽ സോ വെയറി,
അവന് വളരെ ക്ഷീണമുണ്ട്. ദാറ്റ് ഹീ കുഡ് നോട്ട് ഹാർഡ്ലി ഡ്രാഗ് ഹിംസെൽഫ് അനദർ യാർഡ്. ഒരു വാര പോലും അവന് സ്വയം നടന്നു നീങ്ങാൻ, സ്വയം ഇഴഞ്ഞു നീങ്ങാൻ സാധിക്കുകയില്ല. ഹിസ് സ്റ്റൊമക്ക് ആൻഡ് ഹിസ് പോക്കറ്റ് വെർ ഈക്വലി എംപ്റ്റി. അവൻ്റെ വയറും അവൻ്റെ പോക്കറ്റും ഒരേപോലെ എംപ്റ്റി ആയിരുന്നു, ശൂന്യമായിരുന്നു. ബട്ട് ഹീ സ്റ്റാർട്ടഡ് ഓൺ ഹിസ് വേ. എന്തൊക്കെയായാലും പ്രതീക്ഷയല്ലേ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. സോ ഹിസ് ഹോപ്പ് മെയ്ഡ് ഹിം മൂവ്. അവൻ പതുക്കെ യാത്ര തുടരുകയാണ്. ഇറ്റ് വാസ് ഡിസംബർ ആൻഡ് എ കോൾഡ് വിൻഡ് ബ്ലൂ ഓവർ ദ ഫീൽഡ്സ് ആൻഡ് വിസിൽഡ് ത്രൂ ദ ബെയർ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീസ്. മരത്തിൻ്റെ നഗ്നമായ കൊമ്പുകൾക്കിടയിലൂടെ ഡിസംബറിൻ്റെ തണുത്ത കാറ്റ് വീശി. The clouds carried madly across the black. Carried means ran. അവിടുത്തെ മേഘങ്ങളെല്ലാം ഓടുകയാണ് ഭ്രാന്തമായിട്ട്, അല്ലേ? Across the black threatening sky. ഭീഷണിപ്പെടുത്തുന്ന കറുത്ത ആകാശത്തിലൂടെ കരിമേഘങ്ങൾ ഓടിക്കളിച്ചു. The cripple, ആ മുടന്തൻ, dragged himself slowly along. അവനെ തന്നെ പതുക്കെ ഡ്രാഗ് ചെയ്തു കൊണ്ടുപോയി, വലിച്ചു കൊണ്ടുപോയി. Rising one crutch after the other with a painful effort. വളരെ ഇഫേർട്ട് എടുത്തിട്ടാണ്, വളരെ വേദനാജനകമായ ഇഫേർട്ട് എടുത്തിട്ടാണ് ഒരു ക്രച്ച് മറ്റൊരു ക്രച്ച് എന്നുള്ള രീതിയിൽ മുമ്പോട്ട് വയ്ക്കുന്നത്. Propping himself on the one distorted leg which remained to him. Propping means താങ്ങുക. അവനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് on one distorted leg. ഒരു കാലുണ്ട്, ആ കാലെങ്ങനെയാണ്? ഡീഫോംഡ് ആണ്, ഡിസ്റ്റോർട്ടഡ് ആണ്, എന്ന് വെച്ചാൽ ആകൃതിയില്ലാത്തതാണ്. ആ ആകൃതിയില്ലാത്ത കാലിൽ ഊന്നിക്കൊണ്ട് ഒരു ക്രച്ച് മുമ്പോട്ട് വയ്ക്കുന്നു, വളരെ കഷ്ടപ്പെട്ട് അവനുള്ള ഒരു ഡീഫോംഡ് ആയിട്ടുള്ള കാലിൻ്റെ സഹായത്താൽ. നൗ ആൻഡ് ദെൻ ഹീ സാറ്റ് ഡൗൺ ബിസൈഡ് എ ഡിച്ച്. നൗ ആൻഡ് ദെൻ മീൻസ് ഇടയ്ക്കിടയ്ക്ക്. ഹീ സാറ്റ് ഡൗൺ, അവൻ ഇരുന്നു, ബിസൈഡ് എ ഡിച്ച്, ആ കിടങ്ങിൻ്റെ അരികിൽ. ഫോർ എ ഫ്യൂ മൊമെൻറ്റ്സ് റെസ്റ്റ്. എന്തിനു വേണ്ടി? കുറച്ച് നിമിഷത്തെ റെസ്റ്റിന് വേണ്ടി. ഹങ്കർ വാസ് നോയിങ് ഹിസ് വൈറ്റൽസ്. ഹങ്കർ വാസ് നോയിങ് മീൻസ് കാർന്ന് തിന്നുകയാണ്. അവൻ്റെ മർമ്മസ്ഥാനങ്ങളെയെല്ലാം വിശപ്പ് കാർന്ന് തിന്നാൻ തുടങ്ങി. ആൻഡ് ഇൻ ഈസ് കൺഫ്യൂസ് സ്ലോ വർക്കിംഗ് മൈൻഡ്. അവൻ്റെ മന്ദപ്പായ മനസ്സിൽ ഹി ഹാഡ് ഓൺലി വൺ ഐഡിയ, ഒരേ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ. ടു ഈറ്റ്, വല്ലതും തിന്നണം. ആൻഡ് ഹൗ ദിസ് വാസ് ടു ബി അക്കംപ്ലിഷ്ഡ്. ഈ തിന്നാൻ എന്തെങ്കിലും കിട്ടുക എങ്ങനെയാണ്? അക്കംപ്ലിഷ് മീൻസ് അച്ചീവ്, ടു ഗെറ്റ്. ഇത് കിട്ടുക എങ്ങനെയാണ് എന്ന് ഹി ഡിഡ് നോട്ട് നോ, അവനറിയില്ല. ഫോർ 3 hours ഹി കണ്ടിന്യൂഡ് ഹിസ് പെയിൻഫുൾ ജേർണി. 3 മണിക്കൂറുകൾ അവൻ്റെ വേദനാജനകമായ യാത്ര തുടർന്നു. ദെൻ അറ്റ് ലാസ്റ്റ് ദ സൈറ്റ് ഓഫ് ദ ട്രീസ് ഓഫ് ദ വില്ലേജ് ഇൻസ്പയർഡ് ഹിം വിത്ത് എ ന്യൂ എനർജി. കുറച്ചകലെയായിട്ട് കുറച്ച് മരങ്ങൾ കാണുകയാണ്, തൊട്ടടുത്ത വില്ലേജിലെ മരങ്ങൾ. അതവന് ഒന്നുകൂടി ഒരു എനർജി കൊടുത്തു. വില്ലേജിൻ്റെ അടുത്തെത്തി എന്നൊരു ബോധം അവനുണ്ടായപ്പോൾ ഒന്നുകൂടി എനർജി വന്നു. ദ ഫസ്റ്റ് പേഴ്സൺ ഹി മെറ്റ് ആൻഡ് ഓഫ് ഹും ഹി ആസ്ക്ഡ് ആംസ് റിപ്ലൈഡ്. ആദ്യമായിട്ട് കണ്ട പെസൻ്റ്, കർഷകൻ, ആ കർഷകനോട് ഭിക്ഷ യാചിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: സോ ഇറ്റ്സ് യു അഗെയിൻ. നീ വീണ്ടും വന്നു അല്ലേ? ഈസ് ഇറ്റ് യു ഓൾ സ്കാമ്പ്. ഈ ആഭാസനായ നീ, മടിയനായ നീ വീണ്ടും ഇങ്ങോട്ട് വന്നു അല്ലേ? ഷാൾ ഐ നെവർ ബി റിഡ് ഓഫ് യു. എനിക്ക് നിന്നിൽ നിന്ന് മോചനമില്ലേ? ആൻഡ് ബെൽ വെൻറ്റ് ഓൺ ഹിസ് വേ. ഇത് കേട്ടതും ബെൽ അവിടെ നിന്ന് നടന്നുപോയി, അവൻ്റെ യാത്ര തുടർന്നു. അറ്റ് എവരി ഡോർ ഹി ഗോട്ട് നത്തിങ് ബട്ട് ഹാർഡ് വേർഡ്സ്. അവൻ ചെല്ലുന്ന ഓരോ വാതിലിലും കിട്ടുന്നത് ഈ ഹാർഡ് വേർഡ്സാണ്, രൂക്ഷമായ വാക്കുകൾ മാത്രമാണ്, മറ്റൊന്നും കിട്ടിയില്ല. ഹി മെയ്ഡ് ദ റൗണ്ട് ഓഫ് ദ ഹോൾ വില്ലേജ്. ആ വില്ലേജിൽ മുഴുവൻ അവൻ റൗണ്ട് ചെയ്തു. ബട്ട് റിസീവ്ഡ് നോട്ട് എ ഹാഫ് പെന്നി ഫോർ ഹിസ് പെയിൻസ്. അവൻ്റെ വേദനകൾക്ക് ആശ്വാസമായിട്ട് ഒരു ഹാഫ് പെന്നി പോലും, ഒരു നാണയത്തൊട്ട് പോലും അവന് കിട്ടിയില്ല. ദെൻ ഹി വിസിറ്റഡ് ദ നെയ്ബറിംഗ് ഫാംസ്. അടുത്ത് കിടക്കുന്ന ഫാംസിലേക്ക് അവൻ വിസിറ്റ് ചെയ്തു. ടോയിലിംഗ് ത്രൂ ദ മഡി ലാൻഡ്. ടോയിലിംഗ് മീൻസ് വർക്കിംഗ് ഹാർഡ്, അല്ലെ? അവൻ കഠിനമായി പ്രയത്നിച്ചുകൊണ്ട്, അതായത് നടക്കാൻ പ്രയാസമുണ്ട്. സോ ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ ഹിം ടു വാക്ക് അലോങ് ദ ഡൈക്സ്, അലോങ് ദ മഡി ലാൻഡ്. മഡി ലാൻഡ് മീൻസ് ചെളി നിറഞ്ഞ പ്രദേശമാണ്. ആ ചെളിയിലൂടെ നടക്കാൻ അവന് പ്രയാസമുണ്ടായിരുന്നു. സോ എക്സോസ്റ്റഡ്, അവന് വളരെ ക്ഷീണമുണ്ട്. ദാറ്റ് ഹി കുഡ് നോട്ട് ഹാർഡ്ലി റൈസ് ഹിസ് ക്രച്ചസ് ഫ്രം ദ ഗ്രൗണ്ട്. ഹാർഡ്ലി എന്ന് പറഞ്ഞാലും ഒരു നെഗറ്റീവ് മീനിങ് ആണ്, സ്കേഴ്സ്ലി എന്നുള്ള അതേ മീനിങ്. അവന് ക്രച്ചസ് ഗ്രൗണ്ടിൽ നിന്ന് പൊക്കാൻ, തറയിൽ നിന്ന് പൊക്കാൻ പോലും
അവന് കഴിയുന്നില്ല, അത്രത്തോളം ക്ഷീണിതനായിരുന്നു. ഹി മെറ്റ് വിത്ത് ദ സെയിം റിസപ്ഷൻ എവരിവെയർ, എല്ലായിടത്തും ഒരേ രീതിയിലുള്ള സ്വീകരണം. ഇറ്റ് വാസ് വൺ ഓഫ് ദോസ് കോൾഡ് ബ്ലീക്ക് ഡേയ്സ്. ബ്ലീക്ക് എന്ന് പറഞ്ഞാൽ മിസറബിൾ, ഉത്സാഹശൂന്യമായ എന്നൊക്കെയാണ് അർത്ഥം. കോൾഡ് അല്ലേ, തണുപ്പ് നിറഞ്ഞ ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത്. വെൻ ദ ഹാർട്ട് ഈസ് ഫ്രോസൺ ആൻഡ് ദ ടെമ്പർ ഇറിറ്റബിൾ. മൂപ്പരുടെ ഹാർട്ട് അങ്ങനെ മരവിച്ചിരിക്കുകയാണ്, അല്ലെ ഹൃദയം മരവിച്ച രീതിയിലാണ് അദ്ദേഹം. ആൻഡ് ദ ടെമ്പർ, അവൻ്റെ മനോഭാവമാണെങ്കിലോ ഇറിറ്റബിൾ, പ്രകോപനപരവുമായിരുന്നു. ആൻഡ് ഹാൻഡ്സ് ഡു നോട്ട് ഓപ്പൺ ഈദർ ടു ഗിവ് മണി ഓർ ഫുഡ്. ആളുകളുടെ കൈകളാണെങ്കിലോ ദേ ഡു നോട്ട് ഓപ്പൺ ഈദർ ടു ഗിവ് മണി ഓർ ഫുഡ്. അവന് ഭക്ഷണമോ അതുപോലെ പൈസയോ കൊടുക്കാൻ ആരും തന്നെ തങ്ങളുടെ കൈകൾ തുറന്നില്ല, തങ്ങളുടെ കൈകൾ തുറന്നില്ല. അവനാരും തന്നെ ഒന്നും കൊടുത്തില്ല. വെൻ ഹി ഹാഡ് വിസിറ്റഡ് ഓൾ ദ ഹൗസസ് ഹീ ന്യൂ, അവനറിയാവുന്ന എല്ലാ വീടുകളും അവൻ സന്ദർശിച്ചു കഴിഞ്ഞു. ബെൽ സാങ് ഡൗൺ ഇൻ ദ കോർണർ ഓഫ് എ ഡിച്ച് റണ്ണിങ് അക്രോസ് ചിക്കറ്റ്സ് ഫാർംയാർഡ്. അങ്ങനെ അവൻ വീണ്ടും ഇരുന്നു. എവിടെ? ദ കോർണർ ഓഫ് എ ഡിച്ച്, അവിടെയുള്ള ഒരു കിടങ്ങ്, അതിൻ്റെ കോർണർ ഒരു മൂലയിൽ ചെന്നിരിക്കുകയാണ്. ആ കിടങ്ങ് എതിലൂടെയാണ് പോകുന്നത്? ചിക്കറ്റ് എന്ന് പറയുന്ന ഫാർമറുണ്ട്, ആ ഫാർമറിൻ്റെ ഫാം യാർഡിലൂടെ കടന്നു പോകുന്ന ഡിച്ച്, അതിനരികിലായിട്ട് അവൻ ഇരുന്നു. ലെറ്റിങ് ഹിസ് ക്രച്ചസ് സ്ലിപ്പ് ഇൻ ടു ദ ഗ്രൗണ്ട്. അവൻ്റെ ക്രച്ചസ് അവൻ ഗ്രൗണ്ടിലേക്ക്, നിലത്തേക്ക് ഉരസി വിട്ടു. ഹി റിമൈൻഡ് മോഷൻലെസ്, അവൻ അനങ്ങാതെ അവിടെ ഇരിക്കുകയാണ്. ടോർച്ചർഡ് ബൈ ഹങ്കർ, വിശപ്പിനാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ട്. ബട്ട് ഹാർഡ്ലി ഇൻ്റലിജൻറ്റ് ഇനഫ് ടു റിയലൈസ് ടു ദ ഫുൾ ഹിസ് അൺഅട്ടറബിൾ മിസറി. അൺഅട്ടറബിൾ മീൻസ് അട്ടറിയാണ് ഉരുവിടുക എന്നാണ്. പറയാൻ സാധിക്കാത്ത തൻ്റെ ദുരിതം, അതിനെ പോലും മുഴുവനായും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആ ഒരു മനുഷ്യൻ അവനവിടെ ഇരിക്കുകയാണ്. തീരെ ബുദ്ധിയില്ല, തീരെ ഇൻ്റലിജൻ്റ് അല്ല, സ്വന്തം കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ പോലും. ഹി അവൈറ്റഡ്, അവനവിടെ കാത്തിരിക്കുകയാണ്. ഹി ന്യൂ നോട്ട് വാട്ട്, എന്തെന്നറിയാതെ, എന്തിനെന്നില്ലാതെ അവനവിടെ കാത്തിരുന്നു. പോസസ്ഡ് വിത്ത് ദാറ്റ് വേഗ് ഹോപ്പ്, ആ ഒരു പ്രതീക്ഷയിൽ, അവ്യക്തമായ പ്രതീക്ഷ. വിച്ച് പേഴ്സിസ്റ്റ് ഇൻ ഹ്യൂമൻ ഹാർട്ട്, മനുഷ്യഹൃദയത്തിൽ നിലകൊള്ളുന്ന, പേഴ്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രതീക്ഷ. ഇൻ സ്പൈറ്റ് ഓഫ് എവരിത്തിങ്, എന്തൊക്കെയാണെങ്കിലും ആ പ്രതീക്ഷ മനുഷ്യരിൽ ഉള്ളതല്ലേ. ഹി അവൈറ്റഡ് ഇൻ ദ കോർണർ ഓഫ് ദ ഫാം യാർഡ്, അവനവിടെ ആ ഫാം യാർഡിൻ്റെ മൂലയിൽ കാത്തിരിക്കുകയാണ്. ഇൻ ദ ബൈറ്റിംഗ് ഡിസംബർ വിൻഡ്, ബൈറ്റിംഗ് മീൻസ് പിയേഴ്സിങ്, തുളച്ചു കയറുന്ന രീതിയിലുള്ള ആ തണുത്ത ഡിസംബർ വിൻഡ് അല്ലേ, ഡിസംബറിലെ കാറ്റ്, അതും കൊണ്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നു. സം മിസ്റ്റീരിയസ് എയ്ഡ് ഫ്രം ഹെവൻ ഓർ ഫ്രം മെൻ വിതൗട്ട് ദ ലീസ്റ്റ് ഐഡിയ വെൻസ് ഇറ്റ് വാസ് ടു അറൈവ്. അവൻ പ്രതീക്ഷ കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. സം മിസ്റ്റീരിയസ് എയ്ഡ്, നിഗൂഢമായ എന്തെങ്കിലും സഹായം, എവിടെ നിന്ന്? ഫ്രം ഹെവൻ, ദൈവത്തിൽ നിന്നോ, ഓർ ഫ്രം മെൻ, മനുഷ്യനിൽ നിന്നോ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. വിതൗട്ട് ദ ലീസ്റ്റ് ഐഡിയ, പക്ഷേ അവന് പ്രതീക്ഷയുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. ഇതിനെക്കുറിച്ച് വെൻസ് ഇറ്റ് വാസ് ടു അറൈവ്. വെൻസ് മീൻസ് ഹൗ ഓർ ഫ്രം വെയർ, എവിടെ നിന്ന് സഹായം വരും എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ആരെങ്കിലും സഹായിക്കും എന്നുള്ള രീതിയിൽ അവനവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എ നമ്പർ ഓഫ് ബ്ലാക്ക് ഹെൻസ് റാൻ ഹിതർ ആൻഡ് തിതർ, അവൻ്റെ മുമ്പിലൂടെ കുറച്ച് കറുത്ത കോഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുന്നുണ്ട്. സീക്കിംഗ് ദെയർ ഫുഡ്, അവരുടെ ഭക്ഷണം തേടിക്കൊണ്ടാണ് നടക്കുന്നത്. ഇൻ ദ എർത്ത് വിച്ച് സപ്പോർട്ട്സ് ഓൾ ലിവിങ് തിങ്സ്, എല്ലാ ജീവികളെയും സപ്പോർട്ട് ചെയ്യുന്നത് ഭൂമിയാണല്ലോ. ആ ഭൂമിയിലൂടെ ഇരതേടി നടക്കുന്ന കോഴികൾ. Every now and then they snapped up in their beaks a grain or a corn or a tiny insect. Then they continued their slow, sure search for nutriment. ഇടയ്ക്കിടയ്ക്ക് then they ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ഹെൻസ്. സ്നാപ്ഡ് അപ്പ്, പൊടിക്കുക അല്ലെങ്കിൽ കടിക്കുക. എന്ത്? ഇൻ ദെയർ ബീക്സ്, അതിൻ്റെ കൊക്കിൽ വെച്ചിട്ട് ഒരു ഗ്രെയിന്, ധാന്യമണിയോ അല്ലെങ്കിൽ ഗോതമ്പോ ചെറിയ പ്രാണികളോ എന്തിനേലും അങ്ങനെ കൊത്തി തിന്നുണ്ടാവും. Then they continued their slow, sure search for nutriment. ന്യൂട്രിമെൻ്റ് ഉദ്ദേശിക്കുന്നത് ഫുഡ് എന്നാണ്, പോഷകദ്രവ്യം. തൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണവും തേടി അവരങ്ങനെ പതുക്കെ കോൺഫിഡൻ്റ് ആയിട്ട് അങ്ങനെ തിരഞ്ഞു നടക്കുകയാണ്. ബെൽ വാച്ച് ദം അറ്റ് ഫസ്റ്റ് വിതൗട്ട് തിങ്കിങ് ഓഫ് എനിത്തിങ്. പ്രത്യേകിച്ചൊന്നും ചിന്തിക്കാതെ നമ്മുടെ യാചകനായ ബെൽ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Then a thought occurred rather to his stomach than to his mind. അവൻ്റെ മനസ്സിലല്ല, അവൻ്റെ വയറിൽ ഒരു ചിന്ത ഉദിക്കുന്നു. The thought of that, എന്ത് ചിന്തയാണ്? The thought that one of those fowls would be good to eat if it were cooked over a fire of dead wood. ഈ പക്ഷികളിൽ ഒന്നിനെ തിന്നു കഴിഞ്ഞാൽ എങ്ങനെ തിന്നാൽ? ഇറ്റ് were cooked over a fire, തീയിൽ വേവിച്ച്, വിറക് കത്തിച്ച് വേവിച്ച് തിന്നു കഴിഞ്ഞാൽ എന്നുള്ളൊരു ചിന്ത
അവൻ്റെ ഉള്ളിലുണ്ടാവുകയാണ്. He did not reflect that he was going to commit a theft. He did not reflect. Reflect means think. അവൻ ചിന്തിച്ചില്ല താൻ ചെയ്യാൻ പോകുന്നത് ഒരു മോഷണമാണെന്ന്. He was not realizing that he was committing a theft. Theft എന്ന് വെച്ചാൽ മോഷണം. He took up a stone which lay within reach. കയ്യെത്തുന്ന ദൂരത്ത് ഒരു സ്റ്റോൺ ഉണ്ടായിരുന്ന ഒരു കല്ല് അതെടുത്തു. And being of skillful aim, പണ്ടേ നല്ല ഉന്നമുള്ള ആളായതുകൊണ്ട് killed at the first shot, ഒറ്റയേറിൽ തന്നെ കൊന്നു. എന്തിനെ? the fowl, ആ പക്ഷിയെ, നിയറസ്റ്റ് ഹിം, അവൻ്റെ അടുത്തുള്ള ആ പക്ഷിയെ ഒറ്റയേറിന് കൊന്നു. അത്രത്തോളം എയിമുണ്ടായിരുന്നു നമ്മുടെ ബെഗറിന്. The bird fell on its side, ഒരു ഭാഗത്തേക്ക് ആ പക്ഷി മറിഞ്ഞു വീണു. Flapping its wings, അതിൻ്റെ ചിറകടിച്ചുകൊണ്ട്. The others fled widely hither and thither, here and there. മറ്റുള്ളവയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുപോയി. And Bell picking up his crutches, ബെല്ല് അതിനുശേഷം തൻ്റെ ക്രച്ചസ് എടുത്തു. limped across, അതിൻ്റെ അടുത്തേക്ക് മുടന്തി നടന്നു. toward his victim lay, എവിടെയാണോ അവൻ്റെ വിക്ടിം ഇര കിടക്കുന്നത്, കോഴി ചത്ത് കിടക്കുന്ന സ്ഥലത്തേക്ക് അവൻ ക്രച്ചസ് എടുത്ത് നീങ്ങാൻ തുടങ്ങി. Just as he reached the little black body with its crimson head, he received a violent blow on his back, which made him let go his hold of his crutches and sent him flying 10 paces distant. As he reached the little black body, ആ കറുത്ത കോഴിയുടെ ശരീരത്തിലേക്ക് അവനങ്ങനെ എത്തുന്നു. കൈയെത്തിപ്പിടിക്കാൻ നോക്കിയ സമയത്ത് ആ കോഴി എങ്ങനെയാണ്? വിത്ത് ക്രിംസൺ ഹെഡ്, കടും ചുവപ്പുള്ള തലയുള്ള കറുത്ത കോഴി. അതിനെ എങ്ങനെ കൈയെത്തിപ്പിടിക്കാൻ നോക്കിയപ്പോൾ he received a violent blow, അവന് കിട്ടി ഭയങ്കരമായിട്ടുള്ളൊരു അടി. on his back, അവൻ്റെ പുറകിൽ, which made him let go his hold of his crutches. That blow threw the crutches away from him. അടിയുടെ ആഘാതത്തിൽ ക്രച്ചസ് അവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മാറി വീണു. ആൻഡ് സെൻറ്റ് ഹിം ഫ്ലൈയിങ് 10 paces ഡിസ്റ്റൻറ്റ്, ഒരു 10 അടി ദൂരത്തേക്ക്, പേസസ് എന്ന് വെച്ചാൽ ചുവട്, 10 ചുവട് ദൂരത്തേക്ക് മൂപ്പരും മറിഞ്ഞു വീണു. ആൻഡ് ഫാർമർ ചിക്കറ്റ്, അവിടെ വരുന്നത് ആരാണ്? ആ കോഴിയുടെയൊക്കെ ഉടമയായിട്ടുള്ള ഫാർമറായിട്ടുള്ള ചിക്കറ്റാണ്. ബിസൈഡ് ഹിംസെൽഫ് വിത്ത് റേജ്, അവൻ്റെ അരികിൽ അങ്ങ് നിൽക്കുകയാണ്. എങ്ങനെ? ഫ്യൂരി ആയിട്ട്, റേജ് ആണ് ദേഷ്യത്തോടു കൂടി. കഫ്ഡ് ആൻഡ് കിക്ക് ദ മറൗഡർ, കഫ് മീൻസ് മുഷ്ടിപ്രഹരം, മുഷ്ടി കൊണ്ടിടിക്കുകയാണ്. ആൻഡ് കിക്ഡ്, അവനെ തൊഴിക്കുകയും ചെയ്യുന്നു. ആരെ? ദ മറൗഡർ, കൊള്ളക്കാരനെ. മറൗഡർ കൊള്ളക്കാരൻ, റോബർ. വിത്ത് ഓൾ ദ ഫ്യൂരി, എല്ലാ ദേഷ്യവും അവൻ്റെ മേൽ തീർക്കുകയാണ്. ഓഫ് എ പ്ലൻഡേഡ് പെസൻറ്റ്, കൊള്ളയടിക്കപ്പെട്ട ഒരു കർഷകൻ്റെ ദേഷ്യം. ആസ് ബെൽ ലേ ഡിഫെൻസ്ലെസ് ബിഫോർ ഹിം, ബെല്ലാണെങ്കിലോ യാതൊരു പ്രതിരോധവുമില്ലാതെ, തിരിച്ചൊന്നും ചെയ്യാതെ എല്ലാ അടിയും കൊണ്ടുകൊണ്ട് നിലത്ത് കിടക്കുന്നു. ദ ഫാം ഹാൻഡ്സ് കെയിം അപ്പ്, അവിടെയുള്ള ഹെൽപ്പേഴ്സ്, ഫാമിൽ ഹെൽപ്പ് ചെയ്യുന്ന വർക്കേഴ്സ് എല്ലാം അവിടേക്ക് ഓടി വരുന്നു. ആൻഡ് ജോയിൻ ദെയർ മാസ്റ്റർ ഇൻ കഫിങ് ദ ലൈം ബെഗർ, മുടന്തനായ ബെഗറിനെ മർദ്ദിക്കാൻ അവരെല്ലാവരും ജോയിൻ ചെയ്യുകയാണ്. ദെൻ വെൻ ദേ വർ ടയർഡ് ഓഫ് ബീറ്റിംഗ് ഹിം, അവനെ അടിച്ചടിച്ച് ക്ഷീണിച്ചപ്പോൾ, ദേ ക്യാരിഡ് ഹിം ഓഫ് ആൻഡ് ഷട്ട് ഹിം അപ്പ് ഇൻ ദ വുഡ് ഷെഡ്, അവനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ടൊരു മരക്കൂടാരത്തിൽ, ഒരു മരത്തിൻ്റെ ഷെഡ്, ആ ഷെഡിൽ കൊണ്ടുപോയി അടയ്ക്കുന്നു. While they went to fetch the police, they went to fetch means bring the police, പോലീസിനെ വിളിക്കാൻ അവർ അവിടെ നിന്ന് പോകുന്നു. ബെല്ലാണെങ്കിലോ ഹാഫ് ഡെഡ്, പകുതി മരിച്ച പോലെയാണ്. ബ്ലീഡിങ്, രക്തമൊലിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന. ആൻഡ് പെരിഷിങ് മീൻസ് ഡൈയിങ്, മരിച്ചുകൊണ്ടിരിക്കുന്ന. എങ്ങനെ? വിത്ത് ഹങ്കർ, അല്ലേ, വിശപ്പ് കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ബെഗർ എന്ത് ചെയ്യുന്നു? ലേ ഓൺ ദ ഫ്ലോർ, അവനെങ്ങനെ നിലത്ത് കിടക്കുകയാണ്. ഈവനിങ് കെയിം, വൈകുന്നേരമായി. ദെൻ നൈറ്റ്, രാത്രിയായി. ദെൻ ഡോൺ, വീണ്ടും നേരം പുലർന്നു. ആൻഡ് സ്റ്റിൽ ഹി ഹാഡ് നോട്ട് ഈറ്റൻ, ഇതുവരെ ഒന്നും കഴിച്ചിട്ടുമില്ല. ഏതാണ്ട് 3-4 ദിവസമായി. എബൌട്ട് മിഡ് ഡേ, ഉച്ചയായപ്പോൾ ദ പോലീസ് അറൈവ്ഡ്. ദേ ഓപ്പൺ ദ ഡോർ ഓഫ് ദ വുഡ് ഷെഡ് വിത്ത് ദ അറ്റ്മോസ്റ്റ് പ്രിക്കോഷൻ, വളരെ ശ്രദ്ധാപൂർവം. പ്രിക്കോഷൻ, മുൻകരുതലുകളൊക്കെ ഉണ്ട്. അത്രയും പ്രിക്കോഷൻ എടുത്തുകൊണ്ട് വാതിലുകൾ, വുഡ് ഷെഡിൻ്റെ വാതിലുകൾ തുറക്കുന്നു. കാരണം ഉള്ളിൽ കിടക്കുന്നത് കൊള്ളക്കാരനാണ്. ഫിയറിങ് റെസിസ്റ്റൻസ് ഓൺ ദ ബെഗേഴ്സ് പാർട്ട്, അവർ ഭയക്കുന്നുണ്ട് ഒരു പക്ഷേ ഉള്ളിൽ കിടക്കുന്ന ബെഗർ ഏതു വിധത്തിലും പ്രതിരോധിച്ചേക്കാം, തിരിച്ചക്രമിച്ചാലോ. ഫോർ ഫാർമർ ചിക്കറ്റ് അസേർട്ടഡ് ദാറ്റ്, ഫാർമർ മുമ്പേ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസേർട്ട് ചെയ്യണം, ഊന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഹി ഹാഡ് ബീൻ അറ്റാക്ഡ് ബൈ ഹിം ആൻഡ് ഹാഡ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഇൻ ഡിഫെൻഡിങ് ഹിംസെൽഫ്. ചിക്കറ്റ് പോലീസുകാരോട് പറഞ്ഞത് താൻ ഇവനാൽ ആക്രമിക്കപ്പെട്ടിരുന്നു എന്നാണ്. ഹി ഹാഡ് ബീൻ അറ്റാക്ഡ് ബൈ ഹിം, ചിക്കറ്റ് ഹാഡ് ബീൻ അറ്റാക്ഡ് ബൈ ദ ബെഗർ ആൻഡ് ഹാഡ് ഹാഡ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി ഇൻ ഡിഫെൻഡിങ് ഹിംസെൽഫ്. സ്വയം പ്രതിരോധിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു എന്നും പോലീസിനോട് നുണ പറഞ്ഞിരുന്നു ചിക്കറ്റ്. അതുകൊണ്ടാണ് പോലീസ് ഇത്രയും പ്രിക്കോഷനൊക്കെ എടുത്ത് വളരെ ശ്രദ്ധാപൂർവം ആ വാതിലുകൾ തുറന്നത്. ദ സർജൻ ക്രൈഡ്, അവിടെ നിന്ന് പോലീസ് ഉറക്കെ വിളിച്ച് പറയുകയാണ്, അല്ലേ, ഒച്ചയിടുകയാണ്. കം ഗെറ്റ് അപ്പ്,
ബട്ട് ബെൽ കുഡ് നോട്ട് മൂവ്. എണീക്കാൻ പറഞ്ഞപ്പോൾ ബെല്ലിന് സാധിക്കുന്നില്ല. ഹി ഡിഡ് ഹിസ് ബെസ്റ്റ് ടു റൈസ് ഹിംസെൽഫ് ഓൺ ഹിസ് ക്രച്ചസ്. തൻ്റെ ആ ക്രച്ചസിൽ ഊന്നുവടിയിൽ എഴുന്നേൽക്കാൻ തൻ്റെ മാക്സിമം ശ്രമിച്ചു. ബട്ട് വിതൗട്ട് സക്സസ്. പക്ഷേ വിജയിച്ചില്ല. ദ പോലീസ് തിങ്കിങ് ഹിസ് വീക്ക്നെസ് ഫെയിൻഡ്. പോലീസ് വിചാരിച്ചു പുള്ളിക്കാരൻ്റെ ഈ വീക്ക്നെസ്, തൻ്റെ ആ ക്ഷീണം അല്ലേ, അത് ഫെയിൻറ്റാണ്, ഫേക്കാണ്, പ്രിറ്റൻസാണ്, അവൻ ക്ഷീണിതനാണെന്ന് അഭിനയിക്കുകയാണെന്ന് പോലീസ് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ പുൾഡ് ഹിം അപ്പ്, അവനെ തൂക്കിയെടുത്തു ബൈ മെയിൻ ഫോഴ്സ്, ബൈ കംപ്ലീറ്റ് ഫോഴ്സ്, അല്ലെ മുഴുവൻ ശക്തി ഉപയോഗിച്ച്. ആൻഡ് സെറ്റ് ഹിം ബിറ്റ്വീൻ ദ ക്രച്ചസ്. എന്നിട്ട് അവനെ ക്രച്ചസിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചു. ഫിയർ സീസ്ഡ് ഹിം. അവനെ ഭയം പിടികൂടി. ഹിസ് നേറ്റീവ് ഫിയർ ഓഫ് ദ യൂണിഫോം. അവന് യൂണിഫോം കണ്ടാൽ തന്നെ പേടിയാണല്ലോ, ആ ഒരു പേടി. ദ ഫിയർ ഓഫ് ദ ഗെയിം ഇൻ പ്രസൻസ് ഓഫ് ദ സ്പോർട്സ്മാൻ. ഒരു യഥാർത്ഥ സ്പോർട്സ്മാനിൻ്റെ മുമ്പിൽ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുവൻ്റെ പേടി. ദ ഫിയർ ഓഫ് ദ മൗസ് ഫോർ എ ക്യാറ്റ്. ഒരു പൂച്ചയുടെ മുമ്പിൽപ്പെട്ട എലിയുടെ പേടി. ആൻഡ് ബൈ ദ എക്സസൈസ് ഓഫ് ഓൾമോസ്റ്റ് superhuman effort, he succeeded in remaining upright. By the exercise of almost superhuman effort, അമാനുഷികമായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ഹി സക്സീഡഡ്. അവൻ വിജയിച്ചു ഇൻ റിമൈനിങ് അപ്രൈറ്റ്. ഒന്ന് നിവർന്നു നിൽക്കാൻ അവൻ അമാനുഷികമായ യത്നം ചെയ്യേണ്ടി വന്നു. ഫോർവേഡ് സെഡ് ദ സെഡ്. മുമ്പോട്ട് നടക്കൂ, പോലീസ് പറഞ്ഞു. ഹി വാക്ക്ഡ്. അവൻ നടന്നു. All the inmates of the farm watched his departure. അവിടുത്തെ ഇൻമേറ്റ്സ്, അന്തേവാസികൾ, ഫാമിലുള്ള എല്ലാവരും അവൻ്റെ ആ പോക്ക് നോക്കിക്കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. The women shook their fists at him. സ്ത്രീകളെല്ലാം അവൻ്റെ നേരെ മുഷ്ടി ചുരുട്ടിയെറിയുന്നു. The men scoffed at. ആണുങ്ങളാണെങ്കിൽ അവനെ അധിക്ഷേപിക്കുന്നു. And insulted him. He was taken at last. അങ്ങനെ അവനെ കൊണ്ടുപോയിരിക്കുന്നു. ആളുകൾ പറയുകയാണ്, Good riddance. നമ്മളെല്ലാം മോചിതരായിരിക്കുന്നു. ആ മനുഷ്യനിൽ നിന്ന് നമ്മളെല്ലാം രക്ഷപ്പെട്ടിരിക്കുന്നു. ഹി വെൻറ്റ് ഓഫ് ബിറ്റ്വീൻ ഹിസ് ടു ഗാർഡ്സ്. അവൻ മുൻപോട്ട് നടന്നു. ബിറ്റ്വീൻ ഹിസ് ടു ഗാർഡ്സ്. തൻ്റെ രക്ഷകരല്ല, ഇവിടെ പോലീസാണ് അല്ലേ, പോലീസിൻ്റെ നടുവിൽ അവൻ അങ്ങനെ നടക്കുകയാണ്. ഹി മസ്റ്റേർഡ് അപ്പ് സഫീഷ്യൻ്റ് എനർജി. മസ്റ്റേർഡ് അപ്പ്, ഗ്യാതേർഡ്. വേണ്ടത്ര ഒരു ഊർജം അവൻ ശേഖരിച്ചു. ദ എനർജി ഓഫ് ഡെസ്പെയർ. നിരാശയുടെ എനർജിയായിരുന്നു അത്. ടു ഡ്രാഗ് ഹിംസെൽഫ് അലോങ്. എന്തിനു വേണ്ടിയിട്ടുള്ള ശക്തിയാണ്? ടു ഡ്രാഗ് ഹിംസെൽഫ്. സ്വയം വലിച്ചുകൊണ്ട് നീങ്ങാൻ, സ്വയം വലിച്ചിഴച്ച് നീങ്ങാൻ. എലോങ് അൻറ്റിൽ ദ ഈവനിങ്. വൈകുന്നേരം വരെ അവനങ്ങനെ നടക്കേണ്ടിയിരുന്നു. അങ്ങനെ അവന് നടക്കാനുള്ള ഒരു ഊർജം സംഭരിച്ചു. ടു ഡേയ്സ്ഡ്. ഡേയ്സ് മീൻസ് ഹിയർ ഫ്രൈറ്റൻഡ്. മെൻ്റൽ നംനെസ്, ഒരു മാനസികമായിട്ടുള്ള മരവിപ്പ് അവനെ പിടികൂടി. ടു നോ വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം. ചുരുക്കി പറഞ്ഞാൽ അവൻ അറിയുന്നില്ല അല്ലേ, ആ മരവിപ്പ് എന്താണ്? ഹി വാസ് അണേബിൾ ടു നോ വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം. അവൻ അറിയുന്നില്ല. ടു നോ വാട്ട് വാസ് ഹാപ്പനിങ് ടു ഹിം. അവൻ അറിയുന്നില്ല അവനെ എന്താണ് സംഭവിച്ചത് എന്ന്. ടു ഫ്രൈറ്റൻഡ് ടു അണ്ടർസ്റ്റാൻഡ്. അത് മനസ്സിലാക്കുവാൻ അവന് സാധിക്കുന്നില്ല. കാരണം ഹി വാസ് ടു ഫ്രൈറ്റൻഡ്. വളരെയധികം ഭയമായിരുന്നു അവന്. പീപ്പിൾ ഹൂം ഹി മെറ്റ് ഓൺ റോഡ് സ്റ്റോപ്ഡ് ആൻഡ് വാച്ച്ഡ്. സ്റ്റോപ്പ് ടു വാച്ച് ഹിം ഗോ ബൈ ആൻഡ് peasants muttered, "It's some thief or other." People whom he met. അവനെ കാണുന്ന ആളുകളെല്ലാം അല്ലേ, റോഡിൽ അവൻ നടന്നു പോകുന്നത് കാണുന്ന ആളുകളെല്ലാം സ്റ്റോപ്പ് ടു വാച്ച് ഹിം. അവനെ കാണാൻ വേണ്ടി നിന്നു. വാച്ചിങ് ഗോ ബൈ. അവൻ നടക്കുന്നത് കണ്ട് നോക്കി നിന്നു. ആൻഡ് peasant muttered. അവിടെയുള്ള കർഷകരെല്ലാം ഇങ്ങനെ പിറുപിറുത്തു. ഇറ്റ്സ് സം തീഫ് ഓർ അതർ. അത് കള്ളനോ മറ്റാരെങ്കിലും ആയിരിക്കും എന്നവർ പിറുപിറുത്തു. ടുവേർഡ് ഈവനിങ് he reached the country town. വൈകുന്നേരമായപ്പോൾ ടൗണിലെത്തി. ഹി ഹാഡ് നെവർ ബീൻ സോ ഫാർ ബിഫോർ. അത്രയും ദൂരം അവൻ ഇതിനു മുമ്പ് പോയിട്ടേയില്ല. ഇതിനു മുമ്പ് അത്രയും ദൂരം സഞ്ചരിച്ചിട്ടില്ല. ഹി ഡിഡ് നോട്ട് റിയലൈസ് ഇൻ ദ ലീസ്റ്റ്. അവൻ ഒട്ടും തന്നെ മനസ്സിലായില്ല വാട്ട് ഹി വാസ് ദെയർ ഫോർ ഓർ വാട്ട് വാസ് ടു ബിക്കം ഓഫ് ഹിം. അവൻ എന്തിനാണ് അവിടെ വന്നത് എന്ന് അവൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓർ വാട്ട് വാസ് ടു ബിക്കം ഓഫ് ഹിം. വാട്ട് വാസ് ടു ബിക്കം ഓഫ് ഹിം അല്ലേ, എന്താണ് ആ ഫ്രേസിൻ്റെ മീനിങ്? ഹി വണ്ടേഴ്സ് വാട്ട് ഹാപ്പൻ ടു ഹിം ആൻഡ് വെയർ ഹി ഈസ്. വാട്ട് വാസ് ടു ബിക്കം ഓഫ് ഹിം മീൻസ് അതൊരു വണ്ടർ ജനിപ്പിക്കുന്ന ആശ്ചര്യജനകമായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. എന്താണ് തനിക്ക് സംഭവിച്ചത്, എവിടെയാണ് താൻ എന്നറിയാത്ത അവസ്ഥയ്ക്ക് പറയുന്ന ഒരു എക്സ്പ്രഷൻ. വാട്ട് വാസ് ടു ബിക്കം ഓഫ് ഹിം. ഓൾ ദ ടെറിബിൾ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് ഓഫ് ദ ലാസ്റ്റ് 2 days. അപ്രതീക്ഷിതമായ ഭീകരമായ സംഭവങ്ങൾ അരങ്ങേറിയ 2 ദിവസങ്ങൾ അത് കടന്നുപോയിരിക്കുന്നു. ഓൾ ദീസ് അൺഫെമിലിയർ ഫേസസ് ആൻഡ് ഹൗസസ് സ്ട്രക്ക് ഡിസ്മേ ഇൻ ടു ഹിസ് ഹാർട്ട്. ഈ അപരിചിതമായ മുഖങ്ങളും അതുപോലെ വീടുകളും
എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? സ്ട്രക്ക് ഡിസ്മേ. ഡിസ്മേ മീൻസ് ഫിയർ ഇൻ ടു ഹിസ് ഹാർട്ട്. സോ എവറിത്തിങ് ഫിൽഡ് ഫിയർ ഇൻ ഹിസ് ഹാർട്ട്. ഭയം അവൻ്റെ ഹൃദയത്തിൽ നിറയ്ക്കാൻ കാരണമായി. ഹീ സെഡ് നോട്ട് എ വേർഡ്. ഹീ ഡിഡ്ന്റ് അറ്റർ എ വേർഡ്. ഒരു വാക്ക് പോലും പറയുന്നില്ല. ഹാവിങ് നത്തിങ് ടു സേ. ഒന്നും പറയാനില്ല അവന്. ബിക്കോസ് ഹീ അണ്ടർസ്റ്റുഡ് നത്തിങ്. കാരണം അവനൊന്നും മനസ്സിലായിട്ടില്ല ഇതുവരെ. ബിസൈഡ്സ്, അതുകൂടാതെ ഹി ഹാഡ് സ്പോക്കൺ ടു നോ വൺ ഫോർ സോ മെനി ഇയേഴ്സ് പാസ്റ്റ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആരോടും അവൻ സംസാരിച്ചിട്ടില്ല. ദാറ്റ് ഹി ഹാഡ് ഓൾമോസ്റ്റ് ലോസ്റ്റ് ദ യൂസ് ഓഫ് ഹിസ് ടങ്. അതുകൊണ്ട് തന്നെ അവന് നാക്കിൻ്റെ ഉപയോഗം നഷ്ടപ്പെട്ടിരിക്കുന്നു. നാക്കിപ്പോൾ അവൻ ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഹിസ് തോട്ട്സ് വെർ ടു ഇൻഡിറ്റർമിനേറ്റ്. മാത്രവുമല്ല അവൻ്റെ ചിന്തകളെല്ലാം വളരെ അനിശ്ചിതമാണ്. എന്ന് വെച്ചാൽ ഒന്നിനും കൃത്യതയില്ല. അവൻ്റെ ചിന്തകൾക്കൊന്നും കൃത്യതയില്ലാത്തതുകൊണ്ട് അതിനെയൊന്നും വാക്കുകളിലേക്ക് മാറ്റാൻ അവന് സാധിക്കുന്നില്ല. ഹിസ് തോട്ട്സ് വെർ ടു ഇൻഡിറ്റർമിനേറ്റ് ടു ബി പുട്ട് ഇൻ ടു വേർഡ്സ്. ഹി വാസ് ഷട്ട് അപ്പ് ഇൻ ദ ടൗൺ ജയിൽ. അങ്ങനെ അവനെ ജയിലിൽ അടച്ചു. ഇറ്റ് ഡിഡ് നോട്ട് ഒക്കർ ടു ദ പോലീസ് ദാറ്റ് ഹി മൈറ്റ് നീഡ് ഫുഡ്. അവന് ആഹാരം ആവശ്യമുണ്ടെന്നുള്ള കാര്യം പോലീസിന് തോന്നിയില്ല. ഒക്കർ ടു ദ പോലീസ് മീൻസ് ദേ didn't understand. They didn't realize that this person need food. And he was left alone until the following day. പിറ്റേ ദിവസം വരെ അവനെ അവിടെ തനിച്ചാക്കി പോലീസുകാർ അവിടെ നിന്ന് പോയി. ജയിലിലാക്കിയിട്ട് അവർ പോയി. ബട്ട് വെൻ ദ ഏർലി മോർണിംഗ് ദേ കെയിം. പിറ്റേ ദിവസം നേരം പുലരുമ്പോൾ അവർ വന്നപ്പോൾ ടു എക്സാമിൻ ഹിം. അവനെ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വന്നപ്പോൾ ഹി വാസ് ഫൗണ്ട് ഡെഡ് ഓൺ ദ ഫ്ലോർ. അവൻ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. സച്ച് ആൻ അസ്റ്റോണിഷിംഗ് തിങ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു വസ്തു അല്ലേ. അവനിതാ മരിച്ചു കിടക്കുന്നു. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദി സ്റ്റോറി. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് ദിസ് ലെസൺ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.